ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഇതിൽ ഞാൻ ഉച്ച മുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും അതേപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ്, പിന്നെ ഞാൻ ട്രെൻഡോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെറിയൊരു കുക്ക് വെയർ സെറ്റ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് മുഴുവനായിട്ട് തന്നെ കാണുക. എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. രാവിലത്തെ എല്ലാ പണികളും തീർത്ത് മോനെ സ്കൂളിലും കൂടി അയച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും നിർത്തിയിട്ട് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചണിൽ കയറിയ പാട് വേഗം ചോറ് വെക്കാമെന്ന്. ആദ്യം തന്നെ മനസ്സിൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കറിക്ക് വേണ്ട എല്ലാ വെജീസും പിന്നെ വറവിന് വേണ്ടതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കല. ഈ ഒരു സമയത്തൊക്കെ മോള് കൂടെ തന്നെ ഉണ്ടാവും. ഓളും ചെറുതായിട്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് കളിക്കലാണ്. പിന്നെ ഇതിൽ ഞാൻ റെസിപ്പി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞണ്ട് കറി ഉണ്ടാക്കുന്നത്, പിന്നെ വറവായിട്ട് ക്ലസ്റ്റർ ബീൻസും, അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അറിയില്ലല്ലോ ടേസ്റ്റ്. അപ്പോൾ ഒന്നിൻ്റെയും റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഒരു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിനി പതുക്കല്ലേ മറിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിയതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പതിച്ചിട്ട് മറന്നുപോയി. പിന്നെ ഞാൻ കറിക്കുള്ള വെജീസ് മൊത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വറവിൻ്റെതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. പിന്നെ വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ഇതാ വറവിന് വേണ്ടിയിട്ടുള്ള ക്ലസ്റ്റർ ബീൻസ് എടുത്തിട്ടുള്ളത്. ഇത് മലയാളത്തിൽ എന്താ പറയാമെന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം അമരക്കയോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കണ്ണിന് എനിക്ക് തന്നെയാണോ സാധനം അതും എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഇതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വറവാക്കാലി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇത് നമ്മൾ ഓരോരോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു വലിങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ നല്ലോണം വലിക്കാനല്ലാണ്ട് എന്നാലും കുറച്ച് നല്ലോണം ചെറുതുമല്ല, ആ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. പിന്നെ വറവിൻ്റെ അത് കട്ട് ചെയ്തതിന് ശേഷം ഞണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഒന്ന് കഴുകിയെടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ രാത്രിയൊക്കെ പൊരിക്കാനും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ടൈം ആകുമ്പോഴേക്ക് ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വേഗം വെള്ളം വരാൻ വേണ്ടിക്ക് വറുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ വറവുണ്ടാക്കില്ലാന്ന് ആ സമയം തന്നെ ഉള്ളിയും തക്കാളിയും അതൊക്കെ കറിക്കുള്ളതെല്ലാം വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറം ഞാൻ വറവിൻ്റെ നോക്കുമ്പോൾ കുറേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇത് നമ്മൾ മുളകെല്ലാം ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ കൊണ്ട് കൊളാക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വറവാക്കി എടുക്കുന്നത്. ഈ ടൈം കറിയിലേക്ക് ഞണ്ടെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കല. ഞണ്ടിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പിന്നെ പുളീൻ്റെ വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കൽ. ഞാൻ ഇതെല്ലാം ആക്കുമ്പം സൈഡിൽ നിന്ന് മോള് ഉപ്പുകൊണ്ട് കളിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ ഓൾ എന്നെ വിളിച്ചിട്ട് കാണിച്ചു തരുമ്പോൾ ഫുൾ ഉപ്പൊക്കെ താഴെ മറിച്ചിട്ടാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ അതെല്ലാം വേഗം അടിച്ചെടുക്കുകയെന്ന്. പിന്നെ ഈ സമയമാകുമ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് അതിനൊന്നിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ അത് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. പിന്നെ ഞാൻ വറവിലേക്കുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ പയർ ശരിക്കും കുക്കായിട്ടുണ്ടായില്ല. അപ്പോൾ എന്താ പറയുക, ഒരു കഴിക്കുന്ന പോലെ ഉണ്ടായിട്ടുണ്ടായേ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തപ്പോഴാണ് അത് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വേവ് വേണമെന്ന് തോന്നുന്നു. അങ്ങനെ കറിയും വറവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഞണ്ടിൽ രാത്രിക്ക് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ച ഞണ്ടിലേക്ക് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് നോർമലായിട്ട് ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും അത്രയും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സിർക്ക ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ആക്കി.
പിന്നെ ഫുഡ് ഉണ്ടാക്കും തോറും ഉള്ള പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കുന്നുണ്ടായിന്. പിന്നെ ലാസ്റ്റ് 2-3 ഉണ്ടായതുകൊണ്ട് അതൊക്കെ വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയെന്ന്. എല്ലാം അയച്ച് വരുമ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിക്കല. നേരത്തെ ഉണ്ടാക്കിയ ബീൻസ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതായത് അത് കുക്കായിച്ച് വന്നപ്പോൾ നല്ലുണ്ട്. ഹാഫ് കുക്കായരാന്ന് തോന്നുന്നു, അത് കയ്പ്പ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിനി വാങ്ങണം. ഇനി അതിൻ്റെ കുറേ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. ഇനി ഇതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രെൻഡോൾ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുക്ക് വെയർ സെറ്റ് കാണിച്ചു തരാം. ഇതാണ് ആ പ്രൊഡക്റ്റ്. നല്ലതാണ്. ഗ്രാനൈറ്റ് കോട്ടിങ്ങാണ് വരുന്നത്. അതേപോലെ തന്നെ 4 പീസ് സെറ്റുമാണ്. പിന്നെ ഇതിൽ വരുന്നുള്ളത് ഒരു ഫ്രെയിം പാൻ ഉണ്ട്, 2 പോട്ടും, കുറച്ച് മീഡിയം സൈസ് ഉള്ളതും, പിന്നെ അതിൻ്റെ കുറച്ച് വലുതായിട്ട്, പിന്നെ ഫ്രെയിം പാനിൻ്റെ തന്നെ വേറൊരു ടൈപ്പും, അങ്ങനെയുള്ള 4 പാത്രം. ഇതിൻ്റെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായത് 58 റിയാലിനാണ്. അതിന് ഇത് എക്സ്ട്രാ വേർത്തായിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായതും ഒരിക്കൽ പേഡിയിൽ സെയിലിട്ടപ്പം 80% കോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 4 മാസമായി ഞാനിത് യൂസ് ചെയ്യാനും എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത്, ഇതിപ്പം ഇടയ്ക്ക് ഈ 80 റിയാലിന് ഇത് ഓഫറായിട്ട് വരുത്തുന്നുണ്ട് കോഡ് ചേഞ്ച് ആകുമ്പം. പിന്നെ ഇതിൻ്റെ നോർമൽ പ്രൈസ് 254 അങ്ങനെയാണ് വരുന്നുള്ളത്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് കരാക്ക എന്നാ. ഈ കരാക്ക ബ്രാൻഡിൽ കുറേ കുക്ക് വെയർ സെറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂസൊക്കെ നല്ലതുമാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ നമുക്ക് നല്ല തന്നെ കിട്ടും, പെടൂല എന്തായാലും. പിന്നെയെന്ന് പറയാൻ, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഞാൻ വാങ്ങിച്ച സെയിം റേറ്റിന് തന്നെ കിട്ടണമൊന്നുമില്ല. ചിലപ്പം ആ റേറ്റ് ഒന്നിക്കിൽ കുറഞ്ഞിട്ടിട്ടും അല്ലെങ്കിൽ കൂടിയിട്ടിട്ടും. അപ്പോൾ എങ്കിൽ പേഡി സെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽ വരുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡെല്ലാം കിട്ടുമല്ലോ, ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ ഇടലുണ്ടല്ലോ കോഡ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ നോക്കാം. സമയം നോക്കുമ്പോൾ മോനെ കൂട്ടാൻ പോകാനായിട്ടില്ല, ഇനിയുണ്ട് അത്ര. അന്നേരം പിന്നെ വെറുതെ സമയം അങ്ങ് കളയണ്ടല്ലേ, ഉള്ള സമയം എന്തെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ വേഗം ഡ്രസ്സ് വാഷ് ചെയ്തത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം അതെല്ലാം എടുത്ത് വെക്കലാന്ന്. ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ ഓരോ പണി ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല. പിന്നെ നോക്കുമ്പോഴാണ് മോനെ കൂട്ടാൻ പോകാനായി. അങ്ങനെ പിന്നെ പോവല. അമാലിനോട് ആര് കൈനീട്ടി വിളിച്ചാലും ഓട് പോവും. അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ട നമ്മൾ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീലങ്ക ഫാമിലി അവരാണ്. അപ്പോൾ അവർക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ അവരെന്നെ ഇപ്പം എടുക്കൽ. അങ്ങനെ പിന്നെ അമ്മ തിരിച്ച് റൂമിലെത്തി. ഞാൻ മോനിക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് ഓനൊന്ന് സൈഡാക്കി. അതിന് പിന്നെ ഓന് ഈ ടൈം കുറച്ചൊന്ന് TV കാണും. ഓൻ്റെ TV കാണുന്ന ടൈമായത്. പിന്നെ എനിക്ക് കുറേ ദിവസമായി ബട്ടറിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പൂതി. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഡിഫറെൻറ്റാണ്. അപ്പോൾ കുറേ ആയി പൂതി വെച്ചിട്ട്. അങ്ങനെ ഇന്ന് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ വേഗം ഉണ്ടാക്കില്ല. ഞാനിതിൽ റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കറക്റ്റ് മെഷർമെൻറ്റൊന്നും നോക്കിയിട്ടൊന്നും അല്ല ചെയ്യൽ. എനിക്ക് തോന്നും പോലെ അങ്ങ് ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കല. ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കല. ഇന്ന് ഞാനിപ്പം നോർമലി ചെറുങ്ങനെ റൗണ്ടിലാക്കിയിട്ട് എടുക്കലാന്ന്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. മറ്റേത് കുക്കീസ് കട്ടറെല്ലാം യൂസ് ചെയ്യാൻ മടിയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ എളുപ്പപ്പണി നോക്കി. ഞാനിങ്ങനെ ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യുന്ന ടൈം തന്നെ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. 180 ഒരു 10 മിനിറ്റ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാം റെഡി ആയിട്ട് അപ്പോഴത്തേക്ക് ഓവൻ ഓഫ് ആയിട്ടുണ്ട്. പിന്നെ ഇത് അതേപോലെ തന്നെ 180 ഒരു 15 മിനിറ്റ് അത്രയാണ് വെച്ചിട്ടുള്ളത്.
എൻ്റെ മോള് കരയാൻ തുടങ്ങി. പിന്നെ വേഗം മോളെ ഉറക്കലാന്ന്. ഓളെ ഉറക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ ഓളെ ഉറക്കിയിട്ട് ഇപ്പുറം വന്ന് കുക്കീസ് നോക്കല. അപ്പോഴത്തേക്ക് ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ടുണ്ടായിട്ടില്ല, ഉള്ളൊന്നും കുക്കായിട്ടില്ല. പിന്നെ ആദ്യം ഒരു 10 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിനി. ഇത് നമ്മൾ ഷേപ്പും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പും പിന്നെ ഓവൻ്റെ ഇതും ഒക്കെ അനുസരിച്ച് മാറും. ടെമ്പറേച്ചറും ടൈമും ഒക്കെ ഓരോരാൾ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ മോനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പുറത്തുനിന്ന് മോൾ എണീച്ചതിന്. ഓളോർക്ക് അത്രയും ഉണ്ടായിട്ടുള്ളൂ, പൂച്ചോർക്ക് ഒരു 5 മിനിറ്റ് തുറക്കായിരുന്നു. അങ്ങനെ ഓളെടുത്ത് അങ്ങനെ മോനെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ബിസ്ക്കറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കായിട്ട് വരുമ്പോൾ ആ ഒരു സ്മെല്ല് നല്ലതാണ്, ബട്ടറിൻ്റെ സ്മെല്ല് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ. പിന്നെ നമ്മൾ എല്ലാവരും ഓരോന്നെടുത്ത് കഴിക്കില്ലാന്ന്. ഞാനും മോനും ഓരോന്നെടുത്തപ്പം മോക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് എമിനും ആദ്യം എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ടൈം ഇതാ 7:30 ആയി. ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കില്ല. ഇന്ന് രാത്രിത്തേക്ക് നൂൽപുട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് വെച്ച കറിയും ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് തന്നെ 2 പൊരിക്കാൻ വേണ്ടിക്ക് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് നൈറ്റ് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന, പച്ചവെള്ളവും ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുക്കലാന്ന്. ഉണ്ടാക്കുന്ന ടൈം തന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓനോട് സംസാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. അങ്ങനെ ആകുമ്പോൾ വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് എൻ്റെ റൈസ് കുക്കറിൽ തന്നെയാണ്. ഞാൻ നൂൽപുട്ടായാലും ഇഡ്ഡലി ആയാലും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാക്കൽ. ഇതിൻ്റെ മുകളിൽ സ്റ്റീമറിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കല. ഇപ്പം ഞാൻ ഓരോ സെറ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാം രണ്ടും ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ആവുന്ന ടൈം കൊണ്ട് വേഗം 2 പൊരിച്ചെടുക്കാന്നുള്ള രീതിയിൽ 2 ഫ്രിഡ്ജിൽ നിന്ന് എടുക്കലാന്ന്. അങ്ങനെ ഇതാ ഫുഡെല്ലാം റെഡിയായി. ഇനി കഴിക്കലാന്ന്. കഴിച്ചിട്ട് വേണം പുറത്ത് പോകാൻ. വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല പുറത്ത് പോകാൻ. പിന്നെ ഫുഡെല്ലാം ആയിട്ട് കഴിയുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടില്ല, കുറേ ടൈമുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ടി വി കാണണ്ട, നമുക്ക് പുറത്തെല്ലാം പോവുക, ഒന്ന് കറങ്ങാൻ, നിങ്ങൾക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്തിറങ്ങുന്നതാണ്. കാര്യമായിട്ട് പോകുന്നുള്ളത് 5 റിയാൽ ഷോപ്പിലാണ്. എനിക്ക് ആ ഷോപ്പിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സാധനം ക്യൂട്ടായിട്ടുള്ള കുറേ സാധനം കിട്ടുകയും ചെയ്യും. 5 റിയാലിന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യും. പക്ഷേ ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോഴാണ് പ്രൈസ് കൂടുതലാവൽ. പിന്നെ ഇങ്ങനത്തെ ഷോപ്പിൽ കുക്ക് വെയർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നോക്കി വാങ്ങിക്കണം. നല്ലത് ചിലപ്പം കിട്ടിപ്പോവും, ഇടയ്ക്കെല്ലാം നല്ലതുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു പോപ്സിക്കിളിൻ്റെ ഇത് എടുക്കുന്നുണ്ട്. ഇത് കയ്യിലുള്ളത് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ കണ്ടപ്പോൾ പിന്നെ വേഗം ഒന്നെടുത്ത്. പിന്നെ ബേക്ക് ചെയ്യുന്ന കുറേ ടിന്നും പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ വിചാരിച്ച സൈസിലുള്ളതൊന്നും അല്ലില്ലേ. അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല. കുറേ ആയി ഈ ഒരു ടൈപ്പ് ബൗൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. ബൗൾ വിത്ത് സ്റ്റെയിനർ വരുന്ന അങ്ങനെ പിന്നെ അതെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയാൻ ഇത് നോക്കിയത്, ഇത് ക്യൂട്ടായിട്ട് കണ്ടപ്പം പിന്നെ അത് കിട്ടുന്നേ ഉണ്ടായിട്ടില്ല, ഫുള്ള് സ്റ്റക്കായിട്ട് അതങ്ങനെ വിട്ട്. പിന്നെ ഇവിടെ എന്ന് പറയാൻ കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമുക്ക് നല്ല നല്ല ഗ്ലാസിൻ്റെതായാലും പ്ലാസ്റ്റിക്കിൻ്റെതായാലും കുറേ ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. എൻ്റെ അതൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. ഫുള്ള് എന്തെല്ലാം ആയിട്ടല്ല കണ്ടെയ്നേഴ്സൊക്കെ. അപ്പം വാങ്ങിക്കുമ്പം എല്ലാം സെറ്റ് പോലെ തന്നെ വാങ്ങാല്ലേ എന്നുള്ള രീതിയിൽ. ഇതിനെക്കാട്ടിലും കളക്ഷനുള്ള വേറൊരു ഷോപ്പുണ്ട്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആമസോണിലാണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതായിട്ടുള്ളത് അപ്പുറമുണ്ട്. അപ്പോൾ അവളെയും കൂടി ഒന്ന് നോക്കിയിട്ട് വാങ്ങാല്ലേ എന്ന് വിചാരിച്ചിട്ട് നിൽക്കല. പിന്നെ
നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ചെറിയൊരു ഷീറ്റ് പോലത്തെ വേണമായിരുന്നു. ഫുള്ള് ചൂടുള്ള സാധനം വെക്കുമ്പോൾ ഫുള്ള് കലവരയുന്നു. അപ്പോൾ പിന്നെ ഇത് നോക്കുമ്പോൾ ഭയങ്കര ചെറുതാണ്, വലിയ പോട്ടൊന്നും വെക്കാൻ പറ്റില്ല, ചെറുത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ അതെടുത്തിട്ടില്ല. പിന്നെ ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നില്ലേ, പൊട്ടാറ്റോ, അതിൻ്റെതാ ഇത്. ഇങ്ങനെ ഓരോന്ന് കാണുമ്പം ഇങ്ങനെ നോക്കിയിരുന്നു ക്യൂട്ടായിട്ടുള്ള സാധനം. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിട്ടില്ല, ഇത്രയും എടുത്തിട്ടുള്ളൂ. ഷോപ്പിങ്ങിൽ എടുക്കാൻ നിന്നാൽ കുറേ ഉണ്ട്, പിന്നെ വീഡിയോ ലെങ്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മതിയാക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. എങ്കിലും വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.